ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്റ്റുഡൻറ് വിസ ആൻഡ് യൂണിവേഴ്സിറ്റി ഗൈഡ് 2025 വെൻ ഐ മൂവ് ഫ്രം ഇന്ത്യ ടു ഓസ്ട്രേലിയ. ചുരുക്കി പറയുവാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ ഞാൻ എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയത്, എൻ്റെ വിസ എങ്ങനെ കിട്ടി, അങ്ങനെയുള്ള എല്ലാ കാര്യവും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്കിത് കൂടുതൽ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു 13 സ്റ്റെപ്സ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് ഓൺ ഓസ്ട്രേലിയ ആൻഡ് റിസർച്ച് സ്മാർട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ കാണും വൈ ഓസ്ട്രേലിയ, വൈ ഐ ചൂസ് ഓസ്ട്രേലിയ ഫോർ സ്റ്റഡി എന്നുള്ളൊരു ചോദ്യം. സോ അതിൻ്റെ ആൻസർ എൻ്റെ ഒരു അർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഓസ്ട്രേലിയ നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഇവിടെ നമുക്ക് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഡിഗ്രീസ് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഹെൽത്ത് കെയർ സെക്ടർ എടുക്കുകയാണെങ്കിലും ടെക്നോളജിക്കൽ സെക്ടർ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് ഫീൽഡ് എടുക്കുകയാണെങ്കിലും എല്ലായിടത്തും ഇത് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സ്റ്റുഡൻറ് വർക്ക് സെറ്റിംഗ്സ് വിത്ത് പോസ്റ്റ് സ്റ്റഡി വർക്ക് പാത്ത് വേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് ലെജിറ്റ് ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ലെജിറ്റ് ആണോ നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ക്രിക്കോസ് രജിസ്റ്റേർഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ക്രിക്കോസ് എന്താണെന്ന് ചോദിച്ചാൽ ക്രിക്കോസ് CRICOS. Cricos is the official Australian government register of approved education providers and their courses for international students. വേറൊരർത്ഥത്തിൽ പറയുവാണെങ്കിൽ ക്രിക്കോസ് എന്ന് പറയുന്നത് ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സും അവരുടെ കോഴ്സസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്ററാണ്. ഇത് മെയിൻലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പും അവിടെ നമുക്കൊരു ക്രിക്കോസ് കോഡ് കാണാൻ സാധിക്കും. ഇത് കൂടാതെ നമ്മൾ എടുക്കുന്ന കോളേജ് ആകട്ടെ അത് അവിടെ റാങ്കിങ്സ് ഉണ്ടോ നമ്മൾ നോക്കണം. ഇപ്പോൾ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് അതുപോലെ തന്നെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ഒക്കെയാണ് നമ്മൾ മെയിൻലി ഓരോ യൂണിവേഴ്സിറ്റി വരുമ്പോൾ നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത കോഴ്സ് ടൈം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഇൻടേക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ റിയലൈസ് ചെയ്യണം. ഇപ്പോൾ മോസ്റ്റ് യൂണിവേഴ്സിറ്റീസും ഒരു ഫെബ്രുവരി മാർച്ച് പിന്നെ അടുത്തൊരു ഇൻടേക്ക് വരുന്നത് ജൂലൈ, ഇതൊക്കെയാണ് പ്രൈമറി ഇൻടേക്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇൻടേക്കിന് ഒരു 8 to 12 months എഹെഡ് എന്ന് വെച്ചാൽ മുമ്പിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഷോർട്ട് ലിസ്റ്റ് ലൈക്ക് എ പ്രോ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മൾ റാൻഡായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത്. പകരം നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അത് നാരോ ഡൗൺ ചെയ്ത് ഒരു 4 to 7 വെൽ മാച്ച്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ആക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ നമ്മൾ ക്രിക്കോസ് രജിസ്ട്രേഷനുള്ള സ്ഥലമാണോ എന്ന് നോക്കണം നമ്മളെടുത്ത് ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി. പിന്നെ നമ്മൾ എൻട്രി റിക്വയർമെൻറ്റ്സ് നമുക്ക് പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്നൊക്കെയാണ് ഇൻടേക്ക്, എന്നൊക്കെയാണ് ഡെഡ് ലൈൻ, അതുപോലെ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നമുക്ക് ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് എന്ത് ഔട്ട്കം ആണ് കിട്ടുന്നത്, നമുക്ക് പ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ, ഇൻറ്റേൺഷിപ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രി ലിങ്ക്സ് ഉണ്ടോ, അതൊക്കെ വെച്ച് നമ്മളൊരു കമ്പാരിസൺ ഷീറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ കമ്പാരിസൺ ഷീറ്റിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം എന്തൊക്കെ ഇൻവോൾവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് യൂണിയാണ് സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ നെയിം, അതിൻ്റെ ലൊക്കേഷൻ, ഏതാണ് കോഴ്സ്, ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, അതിന് എത്ര ട്യൂഷനാണ് പെർ ഇയർ, അതുപോലെ തന്നെ അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ്, ഏതൊക്കെയാണ് അതിൻ്റെ ഇൻടേക്ക് മന്ത്സ്, അതുപോലെ എന്തെങ്കിലും സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ, എന്തെങ്കിലും പ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണോ, ഇതെല്ലാം കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റും അതിൻ്റെ സ്കോറും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ IELTS ഉണ്ട്, പിന്നെ OET PT സ്കോർസ്, ഇതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ 7th August 2025 തൊട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് റൂൾസിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിസയുടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ടെസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് ഗെയിം പ്ലാൻ.
ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിലാണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഏതാണോ ടെസ്റ്റ്, IELTS ആണോ, OET ആണോ, TOEFL ആണോ, ഏതാണോ ടെസ്റ്റ്, ആ ടെസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യണം. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്സ്, ട്രാൻസ്ക്രിപ്റ്റ്സ്, പിന്നെ CV, റെസ്യൂംസ്. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. ഒപ്പം തന്നെ നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് SOP അതൊരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്നുണ്ടെങ്കിൽ, പ്രൊഫസേഴ്സോ എംപ്ലോയേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് അവരെന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ഒരു പോർട്ട്ഫോളിയോയും ക്രിയേറ്റ് ചെയ്യണം. ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള പ്രൂഫ് ഓഫ് ഫണ്ട്സ് എന്ന് വെച്ചാൽ ഐദർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓർ ലോൺ സാങ്ഷൻ ലെറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പേരൻസിന്റെ ഇൻകം പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസേഴ്സിന്റെ ഇൻകം പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ പാക്കായിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് ആയിട്ട് നമ്മൾ കരുതേണ്ട സംഭവങ്ങളാണ് ഈ പാസ്പോർട്ട്, അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ്, മാർക്ക് ഷീറ്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, CV ഓർ റെസ്യൂം, SOP എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്താണെന്നുള്ളത് അവിടെ നമ്മൾ മെയിൻലി റിട്ടൺ ആയിട്ട് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ്, വർക്ക് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ്, പോർട്ട്ഫോളിയോ, പ്രൂഫ് ഓഫ് ഫണ്ട് പ്ലാനിങ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മളിനി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. അപ്പോൾ ഈ ഒരു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അത് നിങ്ങൾ ഉറപ്പായിട്ട് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ഫ്യൂച്ചർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇത് തന്നെയാണ്. 4th സ്റ്റെപ്പാണ് അപ്ലൈ ടു യൂണിവേഴ്സിറ്റീസ്. അപ്പം നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ ആദ്യം എത്ര യൂണിവേഴ്സിറ്റീസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അങ്ങോട്ടല്ല നമ്മുടെ ആപ്ലിക്കേഷൻസ് അയക്കുക. ആപ്ലിക്കേഷൻസ് അയക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു SOP അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അവർ പറയുമായിരിക്കും. മിക്ക യൂണിവേഴ്സിറ്റീസിലും ഒരു SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറയും. ആ SOP അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൂ യു ആർ എന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമിക് ആൻഡ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിക്കണം. പിന്നെ വരുന്നത് വൈ യു ചൂസ് ഓസ്ട്രേലിയ, ഇത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. പിന്നെ വൈ ദാറ്റ് പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ആൻഡ് ദാറ്റ് കോഴ്സ്. പിന്നെ യുവർ കരിയർ പ്ലാൻസ് ആഫ്റ്റർ സ്റ്റഡി, ഹൗ യു വിൽ ഫൈനാൻസ് യുവർ എഡ്യൂക്കേഷൻ. ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നമ്മൾ ഓരോരോ പാരഗ്രാഫിലായിട്ട് ആ SOPക്ക് അകത്ത് ഇൻവോൾവ് ചെയ്യിക്കേണ്ട സംഭവങ്ങളാണിത്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഓൺലൈൻ പോർട്ടലിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിയുമ്പോൾ അവർ നമുക്ക് SOPയും ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും ഒക്കെ വെച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ആപ്ലിക്കേഷൻ ഫീ എത്രയാണെന്ന് പറയും. അത് നമ്മൾ അടയ്ക്കണം. ഇതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടും. ഈ ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും നമുക്ക് 2 തരത്തിലുള്ള ഓഫർ ലെറ്റേഴ്സ് ആണ് കിട്ടുന്നത്. ഒന്നല്ലെങ്കിൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ നമുക്ക് ഇനിയും കുറച്ച് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുണ്ട്. ഇത് എന്ത് വേണമെങ്കിലും ആകാം. ഐദർ ഇംഗ്ലീഷ് സ്കോർ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ഫൈനൽ ഡിഗ്രി ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനില്ല. ഓൾറെഡി നമ്മളെല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. ഈ ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ഈ ഓഫർ ലെറ്ററിൻ്റെ അകത്ത് ഒരു ഡെഡ് ലൈൻ മെൻഷൻ ചെയ്ത് കാണും. യൂഷ്വലി ഒരു 2 to 4 വീക്സ് ആണ്. അപ്പോൾ ആ ഡെഡ് ലൈന് മുമ്പ് നമ്മൾ ഈ ഓഫർ ലെറ്റർ ഒന്നല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ആ യൂണിവേഴ്സിറ്റിക്ക് റിപ്ലൈ കൊടുക്കണം. അതിനുശേഷം നമുക്ക് റിപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നമുക്കൊരു COE തരും. COE എന്ന് പറയുമ്പോൾ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് ആണ്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് അവർ ആണെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് അടയ്ക്കാൻ വേണ്ടി പറയും. ആ ഡെപ്പോസിറ്റ് അടച്ച് കഴിയുമ്പോൾ അവർ നമ്മളോട് OSHC പ്രൂഫ് ചോദിക്കും. എന്ന് വെച്ചാൽ ഓവർസീസ് ഹെൽത്ത് കവറിൻ്റെ പ്രൂഫ് ചോദിക്കും. അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്കാണെങ്കിൽ ഒരു COE കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് ഇഷ്യൂ ചെയ്യും. ഈ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് വളരെയധികം മാൻഡേറ്ററി ആണ് നമ്മുടെ വിസ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ 5th സ്റ്റെപ്പും പറഞ്ഞിട്ടുണ്ട്. 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ഓഫർ, പേ ഡെപ്പോസിറ്റ് ആൻഡ് ഗെറ്റ് യുവർ COE. അതാണ് നമ്മുടെ 5th സ്റ്റെപ്പ്. 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് OSHC. ഈ OSHC എന്ന് പറഞ്ഞാൽ ഓവർസീസ് ഹെൽത്ത് കവർ ആണ്. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്.
ഓവർസീസ് സ്റ്റുഡൻറ് ഹെൽത്ത് കവർ OSHC അതൊരു മാൻഡേറ്ററി ആണ് ഒരു സ്റ്റുഡൻറ് വിസ ഹോൾഡറിന്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓസ്ട്രേലിയയെ അറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വിസ തീരുന്ന വരെയുള്ള നമ്മുടെ എൻറ്റയർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഓവർസീസ് സ്റ്റുഡൻറ് ഹെൽത്ത് കവർ എന്ന് പറയുന്നത്. ഇത് വളരെയധികം മാൻഡേറ്ററി ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് ഫർദറായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് 7, ലോഡ് ചെയ്ത് സ്റ്റുഡൻറ് വിസ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻറ് വിസ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യണം. ഇത് നമ്മൾ മെയിൻലി എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് COE കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് ലെറ്റർ കിട്ടി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 4 to 6 months മുമ്പെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം സ്റ്റെപ്സ് ആയിട്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള എക്സിസ്റ്റിംഗ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം. എന്നിട്ട് സ്റ്റുഡൻറ് വിസയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഓൺലൈൻ ഫോം കിട്ടും. ആ ഫോം നമ്മൾ കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുക. അവർ ഇൻസ്ട്രക്ട് ചെയ്യുന്ന അനുസരിച്ച് വേണ്ട ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്ത് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അവർ നമ്മളോട് ഒരു വിസ ആപ്ലിക്കേഷൻ ചാർജ് ചോദിക്കും. യൂഷ്വലി 2024 മുതൽ ഓസ്ട്രേലിയൻ ഡോളർ 1600 ആയിരുന്നു. എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പം നമുക്കൊരു TRN കിട്ടും. ഈ TRN എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പറാണ്. ഇത് നമ്മൾ ഉറപ്പായിട്ടും റിമെമ്പർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ നേരത്തെ ഇതിൽ നിങ്ങളോട് പറഞ്ഞാൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ലിസ്റ്റ് ചെയ്യാം. പാസ്പോർട്ട് വേണം, COE, ഓവർസീസ് സ്റ്റുഡൻറ് ഹെൽത്ത് കവർ, ഓഫർ ലെറ്റർ ഓർ പ്രൂഫ് ഓഫ് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ്, പിന്നെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും, പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വിസയ്ക്ക് നിങ്ങൾ കരുതിയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾക്കറിയാം നേരത്തെ നേരത്തെ GT സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെട്ടിരുന്ന സംഭവം ഇപ്പം നമ്മളോട് GS റിക്വയർമെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ അവർ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു സ്പെസിഫിക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് ചോദിച്ചാൽ അവർ നമ്മളോട് ചോദിക്കുന്ന മെയിൻ കാര്യങ്ങളാണ്: വൈ ദിസ് കോഴ്സ്, വൈ ദിസ് യൂണിവേഴ്സിറ്റി, പിന്നെ ഫ്യൂച്ചർ കരിയർ ഗോൾസ് എന്തൊക്കെയാണ്, ഫൈനാൻഷ്യൽ എബിലിറ്റി ഉണ്ടോ. ഇത്രയും ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമെങ്കിൽ നമ്മൾ തിരിച്ച് റിപ്ലൈ ആയിട്ട് ആൻസർ കൊടുക്കുമ്പോൾ നമ്മൾ റിയൽ എവിഡൻസ് ആണ് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ വേർഡ്സിൽ വെറുതെ ഞങ്ങൾക്ക് ഇത്ര ബാങ്കിൽ ഇത്ര ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മൾ റിയൽ ആയിട്ടുള്ള എവിഡൻസ് കാണിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റിയൽ എവിഡൻസ് നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് കാണിക്കാൻ പറ്റും, ബാങ്ക് റെക്കോർഡ്സ് കാണിക്കാൻ പറ്റും, എന്തെങ്കിലും ജോബ് ലെറ്റേഴ്സ് കിട്ടുവാണെങ്കിൽ അത് കാണിക്കാൻ പറ്റും. അങ്ങനെ റിയൽ ആയിട്ടുള്ള എവിഡൻസ് കാണിക്കുന്ന ഇതിനാണ് നമ്മൾ GS റിക്വയർമെന്റ്, ജെനുവിൻ സ്റ്റുഡൻറ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി എടുക്കുകയാണെങ്കിലും നമ്മുടെ ട്യൂഷൻ ഫീസ്, പിന്നെ ലിവിങ് കോസ്റ്റിൽ നമ്മൾ ഓസ്ട്രേലിയൻ ഡോളർ 29,710 ആയിരുന്നു ഞാൻ വന്ന ടൈമിൽ പെർ ഇയർ. പിന്നെ ട്രാവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഡോളർ 2000. അപ്പോൾ ഇവിടെയൊക്കെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയിൽ നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റുന്ന സംഭവം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐദർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം, അല്ലെങ്കിൽ ലോൺ അപ്രൂവൽ ലെറ്റേഴ്സോ, അല്ലെങ്കിൽ നമ്മൾ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ ഇൻകം ഡോക്യുമെന്റ്സ്. ഇതെത്രയൊക്കെ നമുക്ക് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ 8th സ്റ്റെപ്പാണ് ഹെൽത്ത് എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു പർട്ടിക്കുലർ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഒരു വിസ ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പ് മീറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. ഇതെപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വിസ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു HAP ID കിട്ടും. HAP ID എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അസസ്മെൻറ്റ് പോർട്ടൽ ID ആണ്. ഈ ID ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ ബുക്ക് ചെയ്യുന്നത്. ഈ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു പാനൽ ഓഫ് ഫിസിഷ്യൻസിനെ കാണാൻ പറ്റും. ഇത് ഞാൻ ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ട്രിവാൻഡ്രം കിംസിലായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് നഴ്സസ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ എക്സ്റേ ടെക്നീഷ്യൻസ് എല്ലാം ഇതിനു വേണ്ടി തന്നെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാർ, അതാണ് ഒരു പാനൽ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ പോയപ്പോൾ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഐസൈറ്റ് ചെക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചെസ്റ്റ് എക്സ്റേ ചെക്ക് ചെയ്യും, പിന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ HIV നോക്കും, ഹെപ്പറ്റൈറ്റിസ് നോക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂറിൻ ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ആ കിംസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തത്. പിന്നെ ആ ദിവസം ഞാൻ പോയപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നായിരുന്നു എന്ന് വെച്ചാൽ പാസ്പോർട്ട് എടുത്തായിരുന്നു, പിന്നെ HAP IDയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോയായിരുന്നു,
പിന്നെ അവർ നമ്മൾക്ക് എന്തെങ്കിലും പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ നിങ്ങളിത് ഒത്തിരി നേരത്തെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ മെഡിക്കൽ ടെസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 12 months ആണ്. ഇതിൻ്റെ കോസ്റ്റ് നേരത്തേലും ഇപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഈ എക്സാം ചെയ്തിട്ട് നമ്മളോട് ഒരു 5 hours വെയിറ്റ് ചെയ്യാൻ പറയാം. എന്തെങ്കിലും ഇപ്പോൾ ബ്ലഡ് സാമ്പിളൊക്കെ എടുക്കുവാണെങ്കിൽ ചിലത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്നും കൂടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു 5 hours അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം റിസൾട്ട് ആയി കഴിയുമ്പോൾ അവർ പറയും ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫെയർസിലേക്ക് വിട്ടിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് നമ്മുടെ ഇമിഗ്രേഷൻ അക്കൗണ്ടിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് അവർ പറഞ്ഞായിരുന്നു. സോ ദാറ്റ്സ് ദ സ്റ്റെപ്പ്, ദാറ്റ് ഈസ് മൈ മെഡിക്കൽ എക്സാമിനേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് 9, അതാണ് നമ്മുടെ ബയോമെട്രിക്സ്. ബയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ്, അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് ഒരു വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ എടുക്കുന്നു. ഇതാണ് നമ്മുടെ ബയോമെട്രിക്സ്. ഇത് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ബയോമെട്രിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ലെറ്റർ മിക്കപ്പോഴും തന്നെ ചോദിക്കുന്ന അവർ തരും. അപ്പോൾ അതിനുശേഷം നമ്മളാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. ഈ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാസ്പോർട്ടും ബയോമെട്രിക്സ് ലെറ്ററുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫും ഒക്കെ എടുത്ത് ബയോമെട്രിക്സ് സെറ്റാക്കും. നെക്സ്റ്റ് വരുന്ന 10th one, അതാണ് നമ്മുടെ PCC. PCC എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ PCC എടുക്കുന്നത്. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 12 months ആണ്. ഈ PCCക്ക് വേണ്ടി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മളൊരു പാസ്പോർട്ട് സേഫ പോർട്ടലിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് പോലുള്ള ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യുക. പിന്നെ ഈ PCC കിട്ടാൻ വേണ്ടിയിട്ട് യൂഷ്വലി പ്രോസസ്സിങ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1 to 3 weeks ആണ്. പിന്നെ പറയുവാണെങ്കിൽ മെയിൻലി ഈ PCCയുടെ മെയിൻ എയിം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വിസ ഔട്ട്കം, ബുക്ക് ഫ്ലൈറ്റ്സ് ആൻഡ് അക്കോമഡേഷൻ. ഇവിടെ എന്താണ് മെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് വിസ അനുവദിച്ച് തന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിസ നമുക്ക് എങ്ങനെയാണ് ഗ്രാൻഡ് ചെയ്തതെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇമിഗ്രേഷൻ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ മെയിലായിട്ടും വരും. അപ്പോൾ നമുക്ക് വിസ ഗ്രാൻഡ് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി ഈ വിസ ഗ്രാൻഡ് ചെയ്തതിൽ നമ്മൾ ആ ഷീറ്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പേജ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ വിസയുടെ സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടോ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വർക്കിംഗ് അവേഴ്സ് പെർ വീക്ക്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, ഇതൊക്കെ നമുക്ക് ആ വിസയുടെ ആ പേജിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം. ഈ വിസ ഗ്രാൻഡ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. നമ്മൾ എത്രയോ നേരത്തെ, ദ മോർ ഏർലി വി ട്രൈ ടു ബുക്ക് ദ ഫ്ലൈറ്റ്, അത്രയും പ്രൈസ് നമുക്ക് കുറവായിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 to 2 weeks മുമ്പെങ്കിലും നമ്മളവിടെ സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അക്കോമഡേഷനും ബുക്ക് ചെയ്യേണ്ടത്. നമുക്ക് അക്കോമഡേഷൻ ഒന്നല്ലെങ്കിൽ ഓൺ ക്യാമ്പസ് ആണോ, അല്ലെങ്കിൽ ഹോം സ്റ്റേ ആണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റെൻ്റൽ ആണോ, അല്ലെങ്കിൽ ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സ്റ്റെപ്പ് 12 പ്രീ ഡിപ്പാർച്ചർ ചെക്ക് ലിസ്റ്റ്. ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രീ ഡിപ്പാർച്ചർ ചെക്ക് ലിസ്റ്റ് കവേഴ്സ് എവറിത്തിങ് ദാറ്റ് വി നീഡ് ടു ട്രാവൽ സേഫ്ലി, സെറ്റിൽ കംഫർട്ടബിളി ആൻഡ് സ്റ്റാർട്ട് യുവർ സ്റ്റഡി സ്മൂത്ത്ലി. ഞാൻ വേറൊരർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഈ പ്രീ ഡിപ്പാർച്ചർ ചെക്ക് ലിസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് പ്രോപ്പറായിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പിന്നെയും ഫർദറായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാം. നമ്മൾ പ്രീ ഡിപ്പാർച്ചർ ചെക്ക് ലിസ്റ്റിൽ തന്നെ ഫസ്റ്റായിട്ട് നമ്മൾ കരുതേണ്ടത് ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ആണ്. എന്തൊക്കെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പാസ്പോർട്ട് കയ്യിൽ കരുതണം. അതുപോലെ തന്നെ വിസ ഗ്രാൻഡ് ലെറ്റർ വേണം, നമ്മുടെ ഓഫർ ലെറ്റർ, COE, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൈ കരുതണം. പിന്നെ നമ്മൾ ഫൈനാൻഷ്യൽസ് ആണ്. ഈ ഫൈനാൻഷ്യൽസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കയ്യിൽ സഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ ഫണ്ട് കാണിക്കുന്ന രീതിയിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൂഫ് ഓഫ് ഫണ്ട്സ് കയ്യിൽ കരുതണം. അതുപോലെ തന്നെ നമ്മുടെ കറൻസി എന്ന് വെച്ചാൽ കുറച്ച് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കരുതണം. എന്തെങ്കിലും ബാങ്ക് കാർഡ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം.
പിന്നെ തേർഡ് വരുന്നത് നമ്മുടെ അക്കോമഡേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എവിടെയാണ് അക്കോമഡേഷൻ ടെമ്പററി ആയിട്ട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലേസിൻ്റെ ബുക്ക് ചെയ്ത എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ആ ലൊക്കേഷനോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ ബുക്കിംഗ് കൺഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ കരുതണം. പിന്നെ നമ്മുടെ ഫോർത്ത് സെക്ഷനാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ്സോ പ്രിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കിൻ്റെ റിസൾട്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിലെടുക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിത്ത് പ്രിസ്ക്രിപ്ഷൻസ് നിങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്ട്സ്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഇത്, അല്ലെങ്കിൽ എംബസി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി മെമ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. പിന്നെ നമുക്ക് ഫിഫ്ത്ത് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ പാക്കിംഗ് ആൻഡ് എസെൻഷ്യൽസ്. ഇതിൻ്റെ അകത്ത് എല്ലാം ഞാൻ പറയുന്നില്ല, ബേസിക് ആയിട്ട് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ക്ലോത്തിങ്സ്, നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഐറ്റം, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടോയ്ലറ്ററീസ്, അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് അതെല്ലാം എടുക്കുക. പിന്നെ സിക്സ്ത് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓറിയൻറ്റേഷൻ ആൻഡ് യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ഷെഡ്യൂൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഇവൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, ഏതൊക്കെ ഇവൻറ്റുകൾ ഏതൊക്കെ ടൈമിലാണുള്ളത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് കരുതുക. പിന്നെ ട്രാൻസ്പോർട്ട് ആപ്സ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വേറെ ടിപ്സ് എന്ന് പറയുമ്പോൾ സെവൻത്ത് ആയിട്ട് പറയുന്ന അതർ ടിപ്സാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലോക്കലായിട്ടുള്ള സിം നമ്മൾ കൈ കരുതണം. പിന്നെ COVID-19 അല്ലെങ്കിൽ ഹെൽത്ത് റെഗുലേഷൻസ് അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് കരുതണം. പിന്നെ കൾച്ചറലി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ കസ്റ്റംസ്, അവരുടെ കൾച്ചേഴ്സ് എങ്ങനെയാണ്, അവിടുത്തെ ലോസ് എങ്ങനെയാണ്, അവിടുത്തെ സേഫ്റ്റി റൂൾസ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് എൻ്റെ പ്രീ ഡിപ്പാർച്ചർ ചെക്ക് ലിസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 13, അറൈവൽ ഇൻ ഓസ്ട്രേലിയ. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എൻ്റെ ട്രിപ്പ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ. നമ്മൾ ഓസ്ട്രേലിയയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസിലൂടെ പോകും. അതിനുശേഷം ഒരു കസ്റ്റംസ് ക്ലിയറൻസ്, അതിനുശേഷം നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഏതാണ്, ഇപ്പോൾ ടാക്സി ആണോ അല്ലെങ്കിൽ ഷട്ടിൽ ബസ് ആണോ അല്ലെങ്കിൽ ട്രെയിൻ ആണോ, അതനുസരിച്ച് നമ്മൾ നമ്മളെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് നമ്മൾ ഒരു സിം കാർഡ് എടുക്കുക, അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ ഒരു TFN ഒക്കെ അപ്ലൈ ചെയ്യുക. നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതാണോ അവിടുത്തെ ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്യുക, സ്റ്റുഡൻറ്റ് ID കളക്ട് ചെയ്യുക. അങ്ങനെ ടൈം ടേബിളൊക്കെ ഫൈനലൈസ് ചെയ്ത് നമ്മൾ സെറ്റിൽ ആകുക. നമ്മൾ ഒപ്പം തന്നെ നമ്മുടെ വിസ കണ്ടീഷൻസും അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ അറ്റൻഡൻസ് കീപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് ഇത്ര അവേഴ്സേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, അറൈവൽ ഇൻ ഓസ്ട്രേലിയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ചുരുക്കി പറയാം. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഞാനിത് ഒരു 13 സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താണ് ഈ ഫുൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് ഓൺ ഓസ്ട്രേലിയ ആൻഡ് റിസർച്ച് സ്മാർട്ട്. അതാണ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലേക്ക് എന്തിനാണ് വന്നത്, ഒരു യൂണി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എന്തൊക്കെ രജിസ്ട്രേഷനാണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ കോഴ്സ് പ്രൊവൈഡേഴ്സ് ആണ്, അവരുടെ എന്തൊക്കെ റാങ്കിങ്സ് ആണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ് ആ സ്റ്റെപ്പിൽ പറയുന്നത്. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് ലൈക്ക് എ പ്രോ. നമ്മൾ ക്രൈറ്റീരിയ ഒക്കെ അനുസരിച്ച് നമ്മൾ നമ്മുടെ യൂണി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ് ഗെയിൻ. നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ ബുക്ക് ചെയ്യുക, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൈ കരുതേണ്ടതെന്നുള്ളത് നോക്കുക. നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത്, ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് പേ ചെയ്യുക, COE കളക്ട് ചെയ്യുക. നമ്മുടെ സിക്സ്ത് സ്റ്റെപ്പ് അപ്ലൈ ഫോർ ഓവർസീസ് സ്റ്റുഡൻറ്റ് ഹെൽത്ത് കവർ. നമ്മുടെ സെവൻത് സ്റ്റെപ്പ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ലോഡ് ചെയ്യുക. നമ്മുടെ 8th സ്റ്റെപ്പ് മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക. 9th വൺ ബയോമെട്രിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. 10th വൺ നമ്മൾ PCC എടുക്കുക എന്ന് വെച്ചാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക. 11th വൺ നമ്മുടെ വിസയുടെ ഔട്ട്കം എന്ന് വെച്ചാൽ നമുക്ക് വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുക, അക്കോമഡേഷൻ ബുക്ക് ചെയ്യുക. നമ്മുടെ 12th വൺ പ്രീ ഡിപ്പാർച്ചർ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കൈ കരുതേണ്ടത്. 13th വൺ അറൈവൽ ഇൻ ഓസ്ട്രേലിയ.
and settling in. So this is my video, overall video from India to Australia, a complete student visa and university guide 2025. മൈ ഡിയർ ഫ്യൂച്ചർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്